ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പർപ്പിൾ കളറിൽ ധാവണിയിലൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിട്ട ടൈമിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കോസ്റ്റ്യൂം എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു എന്താ പറയുക, നല്ല രസമുണ്ടായി, ഒരു കോംബോ അല്ലേ നമ്മൾ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും അത് കുറച്ച് അടിപൊളിയായി തോന്നി. അപ്പോൾ അത് എവിടെ നിന്നാണെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂസ്ഫുൾ ഉള്ളൊരു വീഡിയോ എന്താ വെച്ചാൽ നമുക്ക് ഓണവും കാര്യങ്ങളൊക്കെ വരില്ല. അപ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ ഈ ധാവണി സാരി അങ്ങനെയുള്ള ഐറ്റംസ് കൂടുതൽ എടുക്കുക അല്ലേ, ട്രഡീഷണൽ ആയിട്ട് കൂടുതൽ നോക്കുന്നത്. അപ്പോൾ ഓണം കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് അങ്ങനത്തെ ഉള്ള എടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എടുത്തത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ചിങ്കിടു ഇതാ ബാക്കിൽ ഉറങ്ങുകയാണ്, അമ്മയും ഉണ്ട് കേട്ടോ. അപ്പോൾ ചിങ്കിടുവിന് നല്ല പനിയാണ് ഗൈസ്, നല്ല പനി. എന്താണെന്നറിയില്ല, പെട്ടെന്ന് നല്ല ചൂട്, ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല അല്ലോ. നല്ല രീതിക്ക് ചൂടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ട്, കാരണം ചിങ്കിടു അറിയില്ല. അതായത് ചിങ്കിടുവിന് നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷെ ആളെ ആക്റ്റീവ് ആയിട്ടുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ നമ്മളെ ദേഹത്തു നിന്നുള്ള ചൂടാണെന്ന് വിചാരിച്ചിട്ടിരുന്നു. പക്ഷെ അതല്ല, ആൾക്ക് പനിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഓൾറെഡി ഒ പി ഫുള്ളായിരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ അടുത്ത ഡോക്ടർ വരുമ്പോൾ അവിടെ പോയി ഒ പി എടുക്കും. ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പം നമുക്ക് ഫസ്റ്റ് നേരെ അങ്ങോട്ട് പോകാം. അവിടെ പോയിട്ട് എവിടെയാണ് എന്താണെന്നൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടാ. അപ്പോൾ ഇതവിടെ ചേച്ചിയുണ്ട്, ഓണത്തിന് തിരക്കിലാണ്. അപ്പോൾ ഇതാണ് രേഖ ചേച്ചിട്ടാ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ എവിടെ ചേച്ചി? അപ്പൊ ഓണം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടാ. ഇതൊക്കെ ഇപ്പൊ പുതിയ ചേച്ചി? ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഓണത്തിന് വന്നാട്ടാ. ഓക്കെ ഓക്കെ. അപ്പോ എന്താണ് നിങ്ങൾക്കൊന്നുകൂടെ കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് ഇപ്രാവശ്യം വന്ന കുറച്ച് അടിപൊളിയായിട്ടുള്ള സംഭവം പറഞ്ഞോ. അവിടേക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഉള്ളത് കുറച്ച് സെറ്റ് ചെയ്താണല്ലോ. അപ്പോൾ ഇത് കണ്ട കേസ് വാവച്ചിക്ക് ഇത് വന്നിട്ടില്ലേ, നമ്മൾ പ്രിന്റ് അല്ല കേട്ടോ, അത് മറ്റേ എംബ്രോയിഡറി വർക്കല്ലോ. പ്രിന്റ് അല്ല, അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. കളേഴ്സ് ഉണ്ട്, കളേഴ്സ് ഒരുപാടുണ്ട്. ഇതൊക്കെ ഇപ്രാവശ്യം വന്ന വെറൈറ്റികളാണ്. റേസ് ഇതുണ്ട് ഇവിടെ ഇത്രയും വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. ഇത് അത് മറ്റേ അപ്പോഴേ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ പുതിയ മോഡലാണ് ഇത്. ഇതെന്താ ചേച്ചി പേര് പറഞ്ഞത്? ടൈ ആൻഡ് ടൈ. ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ട്. ബ്ലൂവും വരും, പിന്നെ ചെക്കും ഉണ്ടാവും അല്ലേ. ചെക്ക് ഇതൊക്കെ ഇതിൽ കളർ ചേഞ്ചസ് ആണ്. വെറൈറ്റി. ഇത് വന്നിട്ട് ഓണത്തിന്റെ ഒരു വെറൈറ്റി ആയിട്ടില്ല. അതായത് എംബ്രോയിഡറി വർക്ക് അല്ലേ, അതായത് പൂക്കൾ അതിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ല, വാവിച്ചി എടുത്ത് ഇത് ഇഷ്ടപ്പെട്ടു പറഞ്ഞു. അപ്പോൾ ചേച്ചിയും പറഞ്ഞു എന്താണ് ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടു, ചേച്ചി ഇട്ട് നോക്കിയെന്നില്ല. നന്നായിട്ടുണ്ട്. അതായത് ഞാൻ എംബ്രോയിഡറി വർക്ക് കണ്ടിട്ടില്ല കേട്ടാ, ഞാൻ വാവിച്ച് കണ്ടിട്ടില്ല. വരുന്നുണ്ട്, പക്ഷെ പ്രിന്റും അല്ല, എംബ്രോയിഡറിങ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ടോട്ടലായിട്ടുണ്ട്. എന്താ അതിന്റെ പേര്? അജ്രക്. ഈ പ്രിന്റിങ് അല്ലേ, ഞാൻ ആ പേര് കേട്ടിട്ടുണ്ട്. കോംബോ ആയിട്ട് വരുന്നുണ്ട് അല്ലേ, അത് ഞാൻ ചോദിക്കണം വിചാരിച്ചാണ്. ഓക്കെ. അപ്പൊ ഈ ബ്ലൗസിന്റെ ഇതേ ഇതിൽ വരുന്നതിന് നമുക്ക് ഷർട്ട് കിട്ടും അല്ലേ. അപ്പൊ കോംബോ എല്ലാവരും അന്വേഷിക്കുന്നില്ല. അപ്പൊ കോംബോ ഇവിടെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് കാണിച്ചു, പക്ഷെ എനിക്കിന് പേരറിയില്ലായിരുന്നു, പേര് കിട്ടാതെ നിൽക്കായിരുന്നു. അത് എല്ലാ ടൈമിലും ഉള്ളതാണല്ലോ അല്ലേ, മ്യൂറൽ പെയിന്റിങ് ടൈപ്പ്. അത് കുറച്ച് ചെറുത് ഇപ്പൊ വന്നിരിക്കുന്ന കുറച്ച് വലുപ്പമുള്ളത് അല്ലേ. അതെ മനസ്സിലായി. എംബ്രോയിഡറി തന്നെയാണ്,
റോസ് ഗോൾഡ്. ഭാവിച്ച് അങ്ങനെ ഒരു പേര് കറക്റ്റായി പറഞ്ഞു. നന്നായിട്ടുണ്ട്. സെറ്റാണ്. അതിൻ്റെതാ ബ്ലാക്ക്. ആ ബ്ലാക്ക് സിൽവറും വരുന്നുണ്ട് അല്ലേ? ഭംഗി അറിയുള്ളൂ, അത് കാര്യം. അപ്പം എന്തായാലും ആവശ്യത്തിനെ കൊണ്ട് 2-3 നമുക്ക് ട്രൈ ചെയ്യിപ്പിക്കാം. അതുപോലെ വേറൊരു വെറൈറ്റിയാണ് സൺഫ്ലവറിന്റെ. അതെ, നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഫ്ലവർ അല്ലേ അവ? ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വിട്ടു ഇനിയിപ്പോൾ മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോയി നോക്കാൻ പോകണം. പറഞ്ഞോ അവേ? അജ്രാക്ക് അതിൻ്റെ തണ്ട മുണ്ട് ഷർട്ട് കോംബോ. അപ്പോൾ നമുക്ക് അതിന് മാച്ചായിട്ട് തന്നെ കപ്പിൾസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതെ, ഫാമിലി കോംബോ ചെയ്യാം അല്ലേ? ഓണത്തിൻ്റെ ആയിട്ട് നല്ല രീതിക്ക് തിരക്കുന്നുണ്ട്. താഴെ കുറച്ച് കുറവുണ്ടായിരുന്നു, ഇപ്പം മുകളിലേക്ക് വന്നു. മുകളിലേക്ക് വന്നിട്ട് അത്യാവശ്യം തിരക്കാണ്. ഇതല്ലേ, നോക്കാം. അതങ്ങനെ വരുന്നുണ്ട് അല്ലേ? സെറ്റായിട്ട് തന്നെ എടുത്ത് വെച്ചിരിക്കല്ലേ? ഉണ്ടായിരുന്നില്ല. അല്ല, അപ്പൊ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഓണത്തിൻ്റെതായിട്ട് വരുന്നുണ്ട് എന്നല്ലോ അവ. അപ്പൊ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് വന്ന സംഭവമാണ് കോമ്പോസ്. ഈ സംഭവം അജ്രാക്ക് അല്ലേ? അജ്രാക്ക് ഞാൻ ഭാവിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന സംഭവമാണത്. ഇതാ അതിന് സെയിം കരവരനും ഉണ്ട് കേട്ടാ. നമുക്ക് അജ്രക്കിന്റെ മാത്രമല്ല, അതല്ലാതെ ഉണ്ട് ഇങ്ങനത്തെ പ്രിന്റിങ് വരുന്നുണ്ട്, കുർത്തി ടൈപ്പ്. പിന്നെ ഇത് വന്നിട്ട് റണ്ണിങ് മെറ്റീരിയൽസ് ചേച്ചി. ഓക്കെ. അപ്പോൾ സൈസിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ ഗൈസ്. അതിലും പ്രിന്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു സൊല്യൂഷനാണ്. സത്യം. കാരണം വേണ്ട, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അറിയാൻ പറ്റും. ഇതിപ്പോ ഞങ്ങൾ താഴത്തുനിന്ന് മുകളിലേക്ക് വന്നതാ. മുകളിലും അതേപോലെ തന്നെയാണ്. ഞങ്ങൾ അന്ന് വന്നപ്പോ ഈ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഫാമിലി കോംബോ ഉണ്ട്. ഇപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ടോട്ടല് മുണ്ടിന്റെ സെക്ഷനാണ് കേട്ടാ. ഇത്ര ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ മുണ്ട്. ഈ ഓണത്തിന് ഒന്നും മോഡലല്ലേ ഇതൊക്കെ? ഇങ്ങനത്തെ മുണ്ടൊക്കെ കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് പ്രിന്റ്. ബാക്കി എന്ന് പറയുമ്പോൾ നമ്മളെ നോർമല് കസവിന്റെ പോലത്തെ ആകുമ്പോൾ അതെ സെയിം ആയിരിക്കും കൊണ്ടുവരുന്നത്. നോർമൽ ഇപ്പോൾ നമ്മൾ എല്ലാ ഓണത്തിനും ഒരു നോർമൽ ഒരു പ്ലെയിൻ കളർ ഷർട്ടും കസവിന്റെ മുണ്ടും ആയിരിക്കും. ഇതില് ചെറിയ ചെറിയ കൃഷ്ണന്റെ പ്രിന്റ് ആട്ടാ. പിന്നില്ലേ അവിടെ മറ്റേ അജിതക്കിന്റെ തോക്കുണ്ടല്ലോ, ആവശ്യത്തിന്റെ അടുത്ത് അറിയുന്നത് നമുക്കത് എടുക്കുന്നുണ്ടാണ്. ഇനിയെന്ന് പറഞ്ഞത് അതിന് മുണ്ട് യൂസ് ചെയ്യാം. ഇതും അതുപോലെതാ. ഇത് പെയിന്റിങ് ആണ് അല്ലേ ചേച്ചി? ഹാൻഡ് പെയിന്റിങ് ആണ് കേട്ടാ. അപ്പൊ ഞങ്ങള് താഴത്തുനിന്ന് പിന്നെ അടുത്ത ഫ്ലോറിലേക്ക് വന്നല്ലോ. അവ ഇവിടെ വന്നപ്പോഴാണ് ഗൈസ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് അതെ മുണ്ടാണ്. ഇനി താഴെ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആകുന്നതനുസരിച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യില്ലേ? അങ്ങനെയല്ലേ? അതെ, ഇതവരൊരു ഗോഡൗൺ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ താഴെന്ന് പോണതനുസരിച്ചിട്ട് സ്ഥലമില്ല. മറ്റേതുപോലെ ഡബിളാ? സാരി പോലെ ഡബിൾ അല്ലേ? അതൊരു നല്ലതാണ് കേട്ടോ. അതെ, ആ സാരിൻ്റെ ഇതില്ലേ ഇതുണ്ട് ഗൈസ്. അതെ, അല്ല എന്തായാലും അടിപൊളി ആയിട്ടുണ്ട്. അപ്പൊ ഇതെന്താ അതൊക്കെ അതിന്റെ കളേഴ്സാണ് ആ മുണ്ടിന്റെ. അപ്പൊ അവിടെ നിന്ന് ഹാഫ് ആൻഡ് ഹാഫ് വരുന്ന സാരി ഇല്ല, അപ്പൊ അതിന് കോംബോ ആയിട്ടൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അല്ലേ? കളർ മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി ഗൈസ്. അപ്പൊ ഇതാണ് ചേച്ചിന്റെ ഹസ്ബൻഡ്.
ഏട്ടൻ നമ്മളെ മുമ്പത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ട് അല്ലേ? 1 വർഷം മുമ്പായിരിക്കും. ആ ഫസ്റ്റത്തെ വീഡിയോയിൽ ആള് വന്നിട്ടുണ്ട്. അപ്പൊ ആള് ഇത്ര ഉണ്ടായില്ലേ? ഇത് ടോപ്പ് തന്നെയല്ലേ? ഇതും ടോപ്പ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ടോപ്പ് മാത്രം സെറ്റാക്കാൻ പറ്റില്ല. നമുക്ക് നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഇങ്ങനത്തെ ടൈപ്പിൽ വന്നിട്ട് ഷോള് പാൻറ്റൊക്കെ ആയിട്ട് സെറ്റായിട്ട് കിട്ടും. പക്ഷേ ട്രഡീഷണലിൽ കുറച്ച് കുറവാണ്. ഇപ്പോൾ ട്രഡീഷണലിൽ ഇറങ്ങി ഗൈസ്. ഭംഗി അറിയോ അപ്പം? അജ്രക്കിൻ്റെയാണ് അല്ലേ? വാവച്ചിക്ക് ഇങ്ങനത്തെയൊക്കെ നല്ല ഇഷ്ടം കേട്ടാ. ലോവേ കണ്ട ഇതിപ്പോൾ വാവച്ചി ഒന്ന് കൈവച്ച് ടൈറ്റ് ചെയ്തപ്പോൾ വാവച്ചിൻ്റെ ഒരു ഷേപ്പിനനുസരിച്ച് നന്നായിട്ട് തോന്നുന്നുണ്ട്. അത്രേ ഉള്ളൂ. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. പ്യുവർ കോട്ടൺ ആണ്. നമ്മള് പോളിസ്റ്ററോ ഇതോ ഒന്നുമില്ല. മിക്സിംഗ് ഒന്നുമില്ല. പ്യുവർ കോട്ടൺ ആണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. അതെ. ഇപ്പോൾ നമ്മൾ ചിലവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ കുറേ പറ്റിയിട്ടുണ്ട്. കോട്ടനാണ് കൊണ്ട് തരും. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അറിയാം കോട്ടൺ ആയിരിക്കില്ല. ആ ഇത് പക്ഷെ കളറ് അതന്നെ സെയിം ആണ്. കവറിന്റെ ഉള്ളിലുള്ളതുകൊണ്ട് അറിയാണ്ടല്ലേ? നല്ല പൊതുവെ വേറെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം ഞാൻ കൊടുക്കില്ല, വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇതിന്റെ കളർ ചേഞ്ചസ് അതെല്ലാം കളർ ചേഞ്ചസ് ആണ്. അതെ അതെ ഇതാണ് ഗൈസ്. ഇങ്ങനെയാണ് വരുന്നത്. അതിന്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത്രയും കളേഴ്സ് ഉണ്ട്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കഴിയാനായില്ലായിരുന്നല്ലോ. ആ അപ്പൊ പിന്നെ പുതിയ അതെ അതെ ഗൈസ്. ഇപ്പൊ ധാവണിയിൽ ഇങ്ങനത്തെ പ്രിന്റിങ് ഉണ്ട് കേട്ടാ. കളർഫുൾ ആയിരിക്കും. അജ്രക്കും വരുന്നുണ്ട്. ആ ഞാൻ പക്ഷെ ആവശ്യം പറയുവേ സമ്മാനത്തിൽ നോക്കി എടുത്താ മതി. അതിനനുസരിച്ച് സ്പേസും ഒക്കെ ഇവിടെ ഉണ്ട് ഉണ്ട്. ട്രയൽ ചെയ്ത് കൂടി മുണ്ട് മുണ്ടാ സാരി ഇട്ടാ. അപ്പൊ അതേ കളർ മുണ്ട് ചൂസ് ചെയ്യണമെങ്കിൽ സാരി എടുക്കാം. അപ്പോൾ ഒരു കോംബോ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അജ്രക്കിൽ അതേപോലെ തന്നെയാണ് കേട്ടാ. പിന്നെ ഡൈ ആൻഡ് ഡൈന്റെ കോംബോ, പിന്നെ ഫ്ലോറൽ ആണെങ്കിൽ ഫ്ലോറലിന്റെ കോംബോ കൂടി. അതിന് കോംബോ ഉണ്ട് അല്ലേ? ഫ്ലോറലിലെ ധാവണി ഇതൊക്കെ കാണിച്ചില്ല. അപ്പൊ സാരി ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാത്തിനും നമുക്ക് കോംബോ പിടിക്കാൻ പറ്റും. ഏത് വേണമെങ്കിലും കോംബോ ആയിട്ട്. അപ്പോൾ ഇപ്പൊ ഒന്നാമത് നമ്മൾ മാക്സിമം എന്ത് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫാമിലി കോംബോ ആയിട്ട് നോക്കാറ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കോ അവർക്ക് സിംഗിളിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ കോംബോ ചൂസ് ചെയ്യുക അല്ലേ? പിന്നെ എന്താണ് രണ്ടുപേർക്കാണെങ്കിൽ ചൂസ് ചെയ്യുക. ഫാമിലി മൊത്തമായിട്ടാണ് അങ്ങനെ ചൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കോംബോസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് ഓരോരോ വെറൈറ്റി ആയിട്ടാണ്. ആ ഓണത്തിന് മാത്രമല്ല, എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും എന്തിനാണെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ മാത്രമല്ല പാർട്ടി വെയർ പറ്റിയ സാരീസും കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. അതെ അതാകുമ്പോൾ അതിനും നമുക്ക് വേറെ അവിടെ പോകണ്ട. പാർട്ടി വെയർ ചൂസ് ചെയ്യണമെങ്കിൽ അതും എടുക്കാട്ടാ. ഇത് വേറൊരു മോഡലാട്ടാ. അത് നല്ല രസമുണ്ട്. ഓരോരോ കളേഴ്സ് വരുന്നത്. ഫ്രണ്ട്ലി ബഡ്ജറ്റിലൊക്കെ ചോദിക്കില്ല. 500 300 ഉണ്ട് അല്ലേ? അതെ ആൾക്കാർക്ക് മാത്രമല്ല നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കും ഇവിടെ 300 തൊട്ട് സെറ്റ് സ്റ്റാർട്ടിങ് ഉണ്ട്. ആ നമുക്ക് മറ്റേ ഹാൻഡ്ലൂംസ് വലുതായിട്ട് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓവർ ബഡ്ജറ്റ് ആണ്. കോസ്റ്റ്ലി ആയിരിക്കും. അതെ അതെ. സാധാരണ ആൾക്കാർക്കും നമുക്കൊരു 300 മുതൽ ചേച്ചി അത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല നല്ല സാരീസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഷോപ്പ് കണ്ടിട്ട് ആരും ഇതാവണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റട്ടാ. ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും. അതെ എല്ലാം ഉണ്ട്. പട്ടുസാരി നമ്മൾ താഴത്തുണ്ടായിരുന്നു അല്ലേ? അത് ഗൈസ് അപ്പോൾ എന്താണ് ഇത്രയും കളക്ഷൻസ് കാണിച്ചത് എല്ലാവരും നോട്ട് ചെയ്യുക. എന്തൊക്കെ വേണം ആർക്കൊക്കെ എന്ന് വെച്ചിട്ട് ഇവർക്ക് ഓഫ്ലൈൻ മാത്രമല്ല ഓൺലൈനായിട്ടും ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരും. അപ്പോൾ അതിൽ ഏതാ വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊറിയർ ചെയ്യും. വരാൻ പറ്റാത്തവർക്ക് അങ്ങനെ ചെയ്യും. പുറത്തുള്ളവർക്കൊക്കെ എല്ലാവർക്കും കൂടെ എത്തിപ്പെടണം എന്നില്ലല്ലോ. അപ്പോൾ വരാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ അഡ്രസ്സ് നമുക്കിത് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഒലോക്കോട് സായി ഹോസ്പിറ്റൽ തൊട്ടില്ലേ? അതായത് കൽപ്പാത്തി പുതിയ പാലത്തി കയറുന്നതിൻ്റെ തൊട്ട് തന്നെയാണ് ഷോപ്പ്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കുക. തോന്നരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയിൽ പറഞ്ഞത്. സാധാരണക്കാർക്ക് പെട്ടവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. നമുക്ക് ലോ പ്രൈസ് മുതൽ ഹൈ വരെ ഉണ്ട്. എങ്ങനെ വേണം നമുക്ക് ചൂസ് ചെയ്യാലോ? കൂടുതലുള്ളത്. അതെ. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഇത്രയും വിചാരിച്ചു. ഞങ്ങൾ ഒന്നാമത് ഗോഡൗണിലേക്ക് ഫസ്റ്റ് ആയിട്ടാണ് കയറുന്നത്. ലോവേ ഗോഡൗണിൽ ഇഷ്ടം പോലെ സാധനമുള്ളൂ. പിന്നെ ഒന്നാമത് ഓണമായിട്ട് ഇപ്പം എല്ലാവരും പെട്ടെന്ന് വന്നു. കാരണം ഓണത്തിന് അറിയില്ല എല്ലാവരും പെട്ടെന്ന് വന്ന്
ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തീരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ മുൻകൂട്ടി വരാൻ പറ്റാത്തവർക്ക് കോൾ ചെയ്ത് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ സെലക്ട് ചെയ്തതിന് ഒരു കൊറിയറും ചെയ്ത് തരുമല്ലോ അവ. അപ്പോൾ ഗൈസ് എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കുക. ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് താഴത്തേക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പ് ചേച്ചിന് വിടാമെന്ന് വെച്ചിട്ടുണ്ട്. കാരണം ചിങ്കുടെ അവിടെ ഉറങ്ങി എണീച്ചിട്ട് കരഞ്ഞൊന്നിരിക്കുന്നത് അമ്മ വിളിച്ചപ്പോൾ ഞങ്ങൾ എന്തായാലും വേഗം പോട്ടെ. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കുക. അപ്പോൾ എല്ലാവരും കയറി ചെക്ക് ചെയ്യാം.